അങ്ങയുടെ തന്നെ ഒരു ആധ്യാത്മികതയിലേക്കുള്ള അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഒരു വരവ് തികച്ചും വൈരുദ്ധ്യമുള്ള ഒരു രാഷ്ട്രീയ ആദർശത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതൊരിക്കലും ഒരു ആത്മസംഘർഷം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ലേ? ഒരിക്കലും അതിപ്പോഴും ഉണ്ടാക്കുന്നില്ലേ? ഇത് തമ്മിൽ തികച്ചും വൈരുദ്ധ്യമാണ്, ഒരിക്കലും സമരസപ്പെടാത്ത രണ്ടാശയങ്ങളാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് തോന്നുന്നു കമ്മ്യൂണിസം ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു തലനാരിഴയുടെ വ്യത്യാസങ്ങളാണുള്ളത്. കമ്മ്യൂണിസത്തിൽ നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യക്തിയുടേതെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, പാർട്ടിയാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടിയാണ് അവിടെ പ്രധാനം. പാർട്ടിയാണ്, വ്യക്തിയില്ല, വ്യക്തിയുടെ താല്പര്യങ്ങളില്ല, വ്യക്തിയുടെ തീരുമാനങ്ങളില്ല. പാർട്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയില്ല, ഈശ്വരൻ എന്ന് പറയുന്ന ആ പ്രകൃതി ശക്തിയിലേക്ക് കൊടുക്കണം. പിന്നെ കുറച്ച് ആഴത്തിൽ നമ്മൾ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് പല മാനുഷികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ മതിക്കുന്ന പല ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കമ്മ്യൂണിസം നൽകുന്നില്ല. ഉദാഹരണത്തിന് മരണം അല്ലെങ്കിൽ മരണാനന്തരം. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാം മരിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഉത്തരമാവുന്നില്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചോ അത് കൃത്യം ഉത്തരമല്ല. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള അതെ അതെ, ഇന്ത്യ എന്നല്ല എവിടെയും ഈ സംശയമുണ്ട്. കർമ്മങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ക്യാമ്പ് നടന്നു. ഈ ക്യാമ്പിൽ ഇവിടെ തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ മകൻ കുഞ്ഞുണ്ണിയാണ് മരിക്കുന്നത്. അദ്ദേഹം ആശയപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ ഇതിനെതിരായിട്ടുള്ളതൊക്കെ എതിരെന്നല്ല, ഇതിനൊന്നും വിശ്വസിക്കാത്ത ആളായിരിക്കാം. പക്ഷേ കുട്ടികളുടെ ക്യാമ്പ് അല്ലെങ്കിൽ നമ്മളിൽ അദ്ദേഹം കാണുന്ന ഒരു ഇതുണ്ട്, വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്നുള്ള നിലയിൽ കുട്ടി വരുന്നു. ഈ രണ്ട് കുട്ടികൾ അവിടെ മരിക്കണം. വാസ്തവത്തിൽ ഈ കുട്ടികൾ എന്തുകൊണ്ട് മരിച്ചു? നമ്മൾ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ അശ്രദ്ധക്കുറവാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും അല്ലാതെ തന്നെ നടക്കുന്ന കുറേ മരണങ്ങളുണ്ടല്ലോ എല്ലാം. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഈ പ്രായത്തിൽ ഈ കുട്ടികൾ, നിരപരാധികളായിട്ടുള്ള കുട്ടികൾ, ശ്രദ്ധക്കുറവാണെങ്കിലും അവരങ്ങനെ മരിക്കാൻ പാടില്ലല്ലോ, ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ മരിക്കുമോ എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ളൊരു അതിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പം ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. മനുഷ്യനെ അത് ദിവസവും മതിക്കുന്നതാണ്. അതിനൊന്നും തന്നെ ഈ പറഞ്ഞ കമ്മ്യൂണിസം ഒരു ശാശ്വതമായ സമാധാനമാവുന്നില്ല. കമ്മ്യൂണിസം ഒരു അവസാന വാക്കല്ല മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ ബുദ്ധിയെ സംബന്ധിച്ച്. ഒരുപക്ഷെ കമ്മ്യൂണിസത്തിൽ ഒരു കമ്മി എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാൽ ഒരു സമഗ്ര ദർശനമായിട്ട് അത് വളരെ വളരെ എളുപ്പത്തിൽ അടുക്കാവുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസവും ആധ്യാത്മികതയും, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ആധ്യാത്മിക. ചിന്മയ മിഷൻ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നടക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്, ലോകം മുഴുവൻ ശാഖകളുള്ള ഒരു പ്രസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് വഴിമാറി മറ്റൊരു രൂപത്തിലേക്ക് പ്രവർത്തന പഥം മാറ്റണം എന്നുള്ള തീരുമാനം ഉണ്ടായത്? ഇല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും മനസ്സിൽ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് പോലും മിഷൻ വിടണം, മിഷൻ വിട്ട് ഒരു സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം എന്നുള്ളത് ഒരു വെറുതെ ഒരു നേരം പോക്കിന് പോലും ചിന്തിക്കാത്ത ഒരാളാണ്, നേരം പോക്കിന് പോലും. കാരണം മിഷനിലൂടെ നമ്മുടെ സാധ്യതകളെ മുഴുവൻ എന്താ പറയുക പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു. പിന്നെ പല സന്ദർഭങ്ങളിൽ ശക്തമായ ആശയപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള കുറേ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മിഷൻ്റെ ഹെഡായിട്ടാണ് പ്രധാനമായിട്ട്. കാരണം താഴെ നമ്മൾ പ്രവർത്തിക്കുമ്പം പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പലരുമായിട്ടും, അതൊന്നും അടിസ്ഥാനമല്ല. പക്ഷേ നമ്മുടെ ഒരു സുപ്രീം അതോറിറ്റി ഉണ്ട്. ആ സുപ്രീം അതോറിറ്റിയായിട്ട് നമുക്ക് ഒരു ഒത്തുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറ്റിയതല്ല എന്ന് തോന്നുന്ന ഒരു അവസരം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമ്മൾ നിസ്സഹായനാണ്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. പിന്നെ നമ്മളെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരുപാട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കുറേ പ്രോജക്റ്റുകൾ
സ്കൂൾ ഓഫ് ഭഗവത്ഗീത എന്നുള്ളൊരു പ്രപ്പോസൽ തന്നെ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് ചിന്മയ മിഷനാണ്. സ്കൂൾ ഓഫ് ഭഗവത്ഗീത അത് മിഷൻ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന 1.25 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും, 1.25 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി പോലും ഭഗവത്ഗീത പഠിക്കുന്നില്ല. ഭഗവത്ഗീത പഠിച്ചിട്ടല്ല കുട്ടികൾ പുറത്തു വരുന്നത്. ഗീത ചാൻറ്റിങ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഗീത ബാഹ്യമായിട്ട് ഗീത ചൊല്ലുന്നേ ഉള്ളൂ, ചൊല്ലി പഠിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഗീതയുടെ അർത്ഥം കുട്ടികൾ അറിയുന്നില്ല, ഗീത ക്ലാസ് ഇല്ല. ഭഗവത്ഗീതയ്ക്ക് നമുക്കൊരു സിലബസ് ഉണ്ടാക്കണം. KG മുതൽ +2 വരെ നമ്മളൊരു സിലബസ് ഉണ്ടാക്കുന്നു. ആ സിലബസിന് അനുസരിച്ച് ടീച്ചേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. നമ്മുടെ കുട്ടികൾ ഗീത പഠിച്ച് പുറത്തിറങ്ങണം എന്നുള്ള പ്രപ്പോസൽ നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇത് നടക്കാതെ പോയിട്ടുള്ളതാണ്.